നസ്രത്ത് ജഹാൻ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ്. രാവിലെ ഞാൻ ആ വീഡിയോ ഇടാനുണ്ടായ ഒരു കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒന്നൊരു എമർജൻസി ഇതിനകത്താണ് ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അവരെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമ്മൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. നസ്രത്ത് ജഹാൻ പറഞ്ഞതിനെ പറ്റിയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റിനെ ബേസ് ചെയ്താണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ സംഗീക്കുട്ടൻ്റെ കമൻറ്റ്. ഓഫ് കോഴ്സ് സംഗീക്കുട്ടന്മാർക്ക് വേദനിക്കുമല്ലോ നുസ്രത്തിനെ പറഞ്ഞാൽ. നുസ്രത്ത് ആരാ? നുസ്രത്ത് എന്തുകൊണ്ടാണ്? പിഴച്ചതാണോ? പിഴയ്ക്കാൻ പോയത് കൊണ്ടാണോ ഇങ്ങനെ എക്സ് മുസ്ലിം ആയത് എന്നൊക്കെയാണ് സ്വാഭാവികമായ ഒരു സംശയമാണ് കേട്ടോ. ഒച്ചക്കന് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അങ്ങനെയൊക്കെ അവർക്ക് സംശയം തോന്നാം, കാരണം നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. എനിക്കറിയേണ്ട ഒറ്റ കാര്യം, ഇവരെല്ലാം പ്രത്യേകിച്ച് ഈ പെൺവർഗ്ഗങ്ങൾ അങ്ങോട്ട് പോയവരെല്ലാം ഡ്രൈവർ സ്നേഹിതന്മാരാണ്. നുസ്രത്തിനും ബസ് ഡ്രൈവറോടായിരുന്നു പ്രണയം, തീവ്രമായ പ്രണയം. ബസ് ഡ്രൈവർ. ഇനി ചെറുപ്പകാലത്തിൽ ഈ വണ്ടി ഓടിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. കാരണം ഈ 4 ചക്ര വാഹനം ഇതിങ്ങനെ ഹാൻഡിൽ ചെയ്യണില്ലേ, നല്ല പെർഫെക്റ്റ് ഡ്രൈവർ. ആ ഡ്രൈവിംഗാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരുദ്ദേശിച്ച ഡ്രൈവിംഗ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിവേ, അവരും ഒരു ഡ്രൈവറുമായിട്ട് തീവ്ര പ്രണയത്തിലായിരുന്നു. പ്രണയത്തിൻ്റെ ഒടുക്കം വയറ്റിലാക്കി കെട്ടിയെന്നാണ് അറിയുന്നത്. എന്തെന്നെങ്കിലും ആവട്ടെ. എന്തായാലും അവരുടെ ആദ്യ വിവാഹം, അതിലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ശേഷം വീണ്ടും ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടായ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നുസ്രത്ത് വന്നിട്ടുണ്ടായിരുന്നത്. കാണാനും ചന്തമുള്ളൊരു പെണ്ണൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്ന അവനാണ് സത്യം പറഞ്ഞാൽ നുസ്രത്ത് ജഹാന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. അവൾക്ക് ഇസ്ലാമിനോട് വൈരാഗ്യവും ദേഷ്യവും വെറുപ്പും ഒക്കെ വരാനുണ്ടായ മെയിൻ റീസൺ ആ വൃത്തികെട്ടവനാണ്. അയാൾ എന്ത് ചെയ്തു എന്നല്ലേ? സിമ്പിളാ, വേറൊന്നുമല്ല. അയാൾക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. ഇവളെ കല്യാണം കഴിക്കുമ്പോൾ അയാൾ നേരിട്ട ഒരു വിവേചനം ഉണ്ടല്ലോ, അയാൾക്ക് പണമൊന്നുമില്ല എന്നുള്ളൊരു വിവേചനം. ആ വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? നുസ്രത്ത് ജഹാന് സമാനമായ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ വീട്ടിലുള്ള അവരുടെ വല്യുപ്പായുടെ വീട്ടിലേക്ക് കയറി അത്യാവശ്യം സ്വർണം കട്ടെടുത്തു. മിണ്ടാതിരുന്നു, കള്ളം കയറി എന്നങ്ങ് വരുത്തി തീർത്തു. പക്ഷേ അവർ ഒരു പടി കൂടെ പോയിട്ട് കള്ളനെ പിടിക്കാൻ വേണ്ടി പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്തു. പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ നുസ്രത്ത് ജഹാന്റെ കള്ളി നിപ്പും ഒക്കെ കണ്ടപ്പോൾ പോലീസിന് ഏകദേശം പിടികിട്ടി. പക്ഷെ പറയാനെ കൊണ്ട് പറ്റുമോ? ഇല്ല. ആളുകളും കൂടി, ആ ജനങ്ങൾ മുഴുവൻ കൂടി നുസ്രത്ത് ജഹാനെയും മാപ്പിളയും കൂടെ പട്ടി കയ്യോടെ പൊക്കി. ഏത് പട്ടി? പോലീസ് പട്ടിയും. നാണം കിട്ടു, വശായി, നശക്കൊശയായി. പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതിന് കാരണക്കാരനായ വൃത്തികെട്ടവനെ അവർ വെറുത്തു, അവനെ പിടിച്ച് പുറത്താക്കി. സെക്ഷൽ നീഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. നുസ്രത്ത് ജഹാന്റെ ആ ജീവിത നാൾ വഴിയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഗൈസ്. സഞ്ചാരത്തിലൊടുവിൽ നമുക്ക് മനസ്സിലായൊരു കാര്യം, അവനെടുത്ത് ദൂരെ കളഞ്ഞ്. പിണ്ണാക്ക് പൈസയില്ല, ഒരു വാഴത്തോരഞ്ഞില്ല, നാണക്കേട് വേറെ മിച്ചവും. പിന്നെ എന്താ ചെയ്ത പുള്ളിക്കാരത്തി? എയർ ഹോസ്റ്റസ് ആവുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സർക്കസും ഒക്കെ കാണിച്ച് അങ്ങനെ നടക്കുന്ന അവസ്ഥയിലാണ് രണ്ടാമത്തെ കൊണാണ്ടർ കാണുന്നത്. രണ്ടാമത്തെ കൊണാണ്ടർ മുസ്ലിം ലീഗിൻ്റെ എന്തരാണ്. പുള്ളിക്കാരത്തി ആകെ നാണം കെട്ട് കുടുംബത്തിലും മൊത്തത്തിൽ സമൂഹത്തിലും ഒക്കെ ഒന്ന് വൾഗറായി നിൽക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? താനൊരു സംഭവമാണെന്ന് കാണിക്കണം, വേണ്ടേ? അതിനു വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ അടുത്ത ശ്രമങ്ങൾ. തീവ്ര ശ്രമങ്ങളൊക്കെ തന്നെ പരാജയത്തിൻ്റെ കയ്പ് രസം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ പുള്ളിക്കാരത്തി കണ്ട ഒരു കാര്യമാണ്, ഇസ്ലാമിന് എഗൻസ്റ്റ് അടിച്ചാൽ കാശും കിട്ടും, പദവിയും കിട്ടും, പ്രിവിലേജും കിട്ടും. ഇനിയിപ്പം നിങ്ങൾ വെറും അഭിചാരികയാണെന്ന് വെച്ചാൽ പോലും ലവന്മാരെടുത്ത് തോളി വെച്ചുകൊണ്ട് കിടക്കും. കാണുന്നില്ലേ കൃഷ്ണന്റെ താത്തായ എടുത്തു വെച്ചിരിക്കുന്നത്? 18ഓളം പേര് ബലാത്സംഗം ചെയ്തൊരു പാവ സ്ത്രീയാണ്. 18 പേരൊക്കെ ബലാത്സംഗം ചെയ്തിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് രാധയുടെ താത്ത. കണ്ണൻ്റെ രാധ താത്തച്ചി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയില്ലേ? അതിലോട്ട് പോയാൽ കിട്ടുന്ന പ്രിവിലേജ് മക്കളെ വേറെ പോയാലും കിട്ടാനെ കൊണ്ട് പോകുന്നില്ല. അങ്ങനെയാണ് പുള്ളിക്കാരത്തെ അതിലോട്ട് അങ്ങോട്ട് ചാടിയതും അതിലങ്ങോട്ട് സക്സീഡ് ചെയ്തതും. ഇപ്പം എന്താ? നമ്പ്യാരണ്ണൻ്റെ പെയിൻ ഗസ്റ്റാ. കുലത്താത്തയെ പിടിച്ച് അവിടെ ഇരുത്തിക്കൊണ്ട് നമ്പ്യാരണ്ണ അങ്ങനെ അമരാവതിക്കാണ്. നമ്പ്യാരണ്ണ, ഐ ആം കമ്മിങ് ഫോർ യു. നീ ചെസ് നമ്പർ 8 ആണ്. ചെസ് നമ്പർ 8 ആയ നമ്പ്യാരണ്ണൻ്റെ ലൈഫിലേക്കും അവൻ്റെ കുതന്ത്രങ്ങളിലേക്കും അവൻ്റെ മറ്റ് സത്യാദി അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അതിലവിടെ നിൽക്കട്ടെ. വിഷയം എത്രയേ ഉള്ളൂടെ. കുത്തഴിഞ്ഞ ജീവിതവും വൃത്തികെട്ട ജീവിത സാഹചര്യത്തിലും വളർന്ന മനുഷ്യർക്ക് സ്വന്തം പേര് കെട്ടിപ്പടുക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന ഒരു മേഖലയാണ് സ്വതന്ത്ര ചിന്തക എന്ന മുഖംമൂടി. സ്വതന്ത്ര ചിന്ത നല്ലതാണ് കേട്ടോ, ഞാൻ അതിനെ തർക്കം പറയത്തില്ല. അങ്ങനെ ചെയ്യുന്നവരൊക്കെ മോശമാണെന്ന് പറയത്തില്ല. നമ്മുടെ പൂർവികർ, ഐ മീൻ ഇസ്ലാമിയരുടെ ആണെങ്കിലും മൊത്തത്തിൽ
നാരായണ ഗുരു ഉൾപ്പെടെയുള്ള സ്വതന്ത്ര ചിന്തകരായിട്ടുണ്ടായിരുന്നവന്, സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞാൽ യുക്തിചിന്ത എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ. അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് നിലനിർത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. കാരണം ഇന്ന ജാതി ഇന്ന മതം എന്ന കൺസേൺ വെടിഞ്ഞിട്ട് അവരെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സാഹോദര്യവും സമത്വവും ഒക്കെ. മുൻപതില്ലായിരുന്നു. കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു നമ്മൾ. മുലക്കരം, അയണിക്കരം, ചെലക്കരം, എന്തിന് ഗ്യാസ് വിടാൻ പോലും കരം കൊടുക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഇന്നുണ്ട് ടാക്സ്, അത് വേറൊരു മോമന പേരിൽ അറിയപ്പെടുന്നു, GST. അപ്പോൾ അതേപോലെ ഒരു ടാക്സ് ആണ്. പക്ഷെ അതെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു ടാക്സ്. മറ്റേത് അങ്ങനെയല്ല, നീ ഉടുപ്പിടണമെങ്കിൽ ടാക്സ് തരണം, ഇല്ലെങ്കിൽ പണിയാ. അപ്പോൾ അങ്ങനെ കുറേ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മളെല്ലാം സമന്മാരാണെന്നും ഇന്ന ആൾക്കാർ ടാക്സ് കൊടുക്കണം, ഇന്ന ആൾ ഭരിക്കണം, അങ്ങനെയല്ലാതെ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അവിടെ ഇരുത്താനും ഒക്കെ കഴിഞ്ഞത് കാലഘട്ടങ്ങൾക്ക് അനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ കൈവരിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ സ്വതന്ത്ര ചിന്തയെ പറ്റി പറയുമ്പോഴത്തേക്കും നാക്കിൽ ഒരുപാട് വരും. അത്രയൊന്നും പോകണ്ട. സ്വതന്ത്ര ചിന്ത എപ്പോഴും നല്ലതാണ്. പക്ഷേ ഫേക്ക് സ്വതന്ത്ര ചിന്തകർ പ്രശ്നമാണ്. ഉദാഹരണം പറഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ പ്രേക്ഷകർ കുറച്ച് വീട്ടമ്മമാരാണ്. ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. അതായത് ഉത്തമ, നിങ്ങൾക്ക് വയറുവേദന, നിങ്ങളൊരു ആശുപത്രിയിൽ പോകുന്നു, അവിടെ ഇരിക്കുന്നത് ഒരു പേക്കണ്ണനാണെങ്കിൽ എന്തായിരിക്കും? വയറ് വേദനയ്ക്ക് അങ്ങേരെന്തോന്ന് തരും, വല്ല വിഷവും കലക്കി തന്നാൽ കുടിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും അത് ഡാക്കിട്ടറാണെന്ന്. അത് ഡാക്കിട്ടറാണോ? അല്ല. അതാണ് ഈ ഫേക്ക് കോളികളെ കൊണ്ടുള്ള പ്രശ്നം. അപ്പം ഇത് ഫേക്കാണ്. അവൻ പറയുന്നത് വളരെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ആരിഫ് ഹുസൈൻ്റെ കേസ് എടുത്തു നോക്ക്. എന്താണ് പറയണത്? അവന് പോലും കിബില തെറ്റി നടക്കുന്ന ഒരു കോയയാണ് അത്. അതവിടെ ഇരിക്കട്ടെ. ഈ സ്ത്രീക്ക് ഇസ്ലാമിയത്തിനെ പറ്റി എന്തറിയാം? ഇനി ഇസ്ലാമിലെ പെണ്ണുങ്ങളെ പറ്റി ഞാൻ ഒരു വാക്ക് പറയാം. ഞാൻ രാവിലെ ഇട്ട വീഡിയോയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ എടുത്തുടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമൻറ്റിൽ കൂടെ എന്നെ അങ്ങ് കൊല വിളിച്ച്. മറ്റേത് നല്ല രസമുണ്ട് താത്ത, കാണാൻ മൊഞ്ചുണ്ട് താത്ത, നിങ്ങൾ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ, എൻ്റെ തട്ടത്തിനെ പുകഴ്ത്തിയാൽ മതി, നിങ്ങളുടെ അഭിപ്രായം ശരിയാവത്തില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രസവിക്കുന്നത് അതിനെപ്പറ്റി പറയാം. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്തിയിട്ടില്ല, അതാണ് പ്രശ്നം. ഞാൻ അതിനകത്ത് വ്യക്തമായി പറഞ്ഞു, ഇസ്ലാമിക കാഴ്ചപ്പാടല്ല ഞാൻ അവതരിപ്പിച്ച, രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള മാനവിക വിഭവശേഷിയെ കൂടുതൽ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതിലേക്ക് ആളുകളെ എണ്ണം കൂട്ടുക എന്നല്ല. ഉള്ള ആളുകൾക്ക് കൃത്യമായ അളവിൽ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ 10 കുട്ടികളോടൊത്ത് വയ്ക്കാം, ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ 10-16 പ്രസവിച്ചോ, ഒരു പ്രശ്നവും. പക്ഷെ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം, ഭക്ഷണം, സ്വത്തുവകകൾ, എല്ലാ സൗകര്യവും നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കണം. ഇപ്പോൾ തീരെ കഷ്ടപ്പാട് കഴിയുന്ന ഒരു കുടുംബത്തിൽ 5-10 കുട്ടികളുള്ള അവസ്ഥ ആലോചിക്കണം. ഒരാളെ ഉള്ളൂ ഏണിംഗ് മെമ്പർ. 10 കുട്ടികളുണ്ടെങ്കിൽ എന്തായിരിക്കും ഗതി? അതാണ് പറഞ്ഞത്. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് റിലേറ്റ് ചെയ്താണ് നമ്മുടെ രാഷ്ട്രത്തിലെ ഈ ജനസംഖ്യ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് മതമല്ല പറഞ്ഞത്. മതത്തിൽ നമുക്ക് ഈ അങ്ങനെ മതവാദം പറയുന്നത് കറക്റ്റാണോ എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ എത്തിപ്പെടാത്ത, നമ്മൾ കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. നമ്മൾ എത്തിപ്പെടുന്നില്ലല്ലോ. ഇപ്പം തിരുവനന്തപുരം സെൻട്രലിൽ പിടിക്കാം. ഇവിടെ ഇട്ടാവട്ട 5 സെൻറ്റിനകത്ത് ഒരു 50 വീട് വയ്ക്കാൻ പറ്റുമെങ്കിൽ അവർ കുത്തിക്കയറ്റി അതിനകത്ത് വീട് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പെട്ടിയും കൂടെ വെച്ച് അതിനകത്ത് കയറി കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. സ്ഥലമില്ല. പക്ഷെ ആ ഒരു ലൊക്കേഷനെ റിലേറ്റ് ചെയ്താണ് അതങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഇപ്പം എനിക്ക് അവിടെ കുറേ അധികം വസ്തു കിടപ്പുണ്ട്, ചുമ്മാ കിടക്കുക. ഞാൻ ഒരു മൂലയിലാണ് ഒരു കുഞ്ഞു വീട് വെച്ചിരിക്കുന്നത്. ഒരേക്കർ പറമ്പിൻ്റെ ഒരു മൂലയാണ് എൻ്റെ വീടിരിക്കുന്നത്. ബാക്കി അത്രയും വെറുതെ കിടക്കുകയല്ലേ. അപ്പോൾ പടച്ചവൻ്റെ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ശരിയാണ്. അത്രയും വസ്തു കിടക്കുകയാണ്. 5 സെൻറ്റിലിരിക്കുന്ന വസ്തു 95 സെൻറ്റ് അവിടെ കിടക്കുന്നത്. എനിക്ക് അതിനകത്ത് കൃഷി ഇറക്കാൻ ജീവിക്കാം. പടച്ചവൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല, തർക്കമല്ല. മതമല്ല ഞാൻ പറഞ്ഞത്. മതവാദം കറക്റ്റ് തന്നെ, അതിൽ തർക്കമില്ല. പക്ഷെ ഒരു രാഷ്ട്രത്തിന് വേണ്ടത് രാഷ്ട്രീയമായ ഇടപെടലുകളും ജനസംഖ്യാനുപാതികമായ കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മൾ ന്യൂനപക്ഷങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങളെ നമ്മളെങ്ങനെയാണ് മുൻപോട്ട് കൊണ്ടുവരുന്നത്? സംവരണം കൊടുത്ത് കൊണ്ടുവരും. എന്തിനാ അങ്ങനെ ഇപ്പോൾ കൊടുക്കുന്നത്? അത് കൊടുക്കണം. ന്യൂനപക്ഷമായി നിൽക്കുന്ന ആ വിഭാഗത്തിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ അലോട്ട് ചെയ്ത് കൊടുത്ത് അവരെ നിർബന്ധിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ റീസൺ സമത്വ സുന്ദരമാക്കുക എന്നുള്ളതാണ്. അതായത് അവരും ഇന്ത്യൻ പൗരൻ, ഇവരും ഇന്ത്യൻ പൗരൻ. അല്ലാതെ RSS പറയുന്ന കണക്ക് അവർ കുഴപ്പ രാജ്യദ്രോഹി തീവ്രവാദി എന്നല്ല. ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്കുള്ള ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സംവരണം എടുത്തു കളയാൻ വേണ്ടി RSSകാർ വെപ്രാളപ്പെടുന്നതിൻ്റെ റീസണും അതാണ്. സംവരണം എടുത്തു കളഞ്ഞാൽ അവരെ ചവിട്ടിത്തേക്കാം, മെജോറിറ്റി ഇവരല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ മറ്റേ സംവരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ പിന്നെ ഉന്നത കുലജാത സംവരണം.
ഈ സംഗതി കൊണ്ടുവന്നപ്പോഴത്തേക്ക് മറ്റവർക്ക് കിട്ടുക, അതായത് PSCയുടെ നമ്മളെ ഈ ലിസ്റ്റ് ഉണ്ട്, റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ 10,000-ന് താഴെയാണ് ഇവന്മാരുടെ ലിസ്റ്റ് വരുന്നത്. മറ്റേ കുട്ടികളൊക്കെ നല്ലപോലെ പഠിക്കുന്ന പിള്ളേരാണ്. അവർക്ക് സംവരണവും കൂടെ കിട്ടിയ ഈസിയസ്റ്റ് അവർ പെട്ടെന്ന് ജോബ് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വിഭാഗം രക്ഷപ്പെടും. നല്ല ജോലിയുള്ള ഒരു പിതാവ്, നല്ല ജോലിയുള്ളൊരു സഹോദരൻ, നല്ല ജോലിയുള്ളൊരു മകൻ, നല്ല ജോലിയുള്ളൊരു അമ്മ, സഹോദരി, മാതാവ് ഒക്കെ തന്നെ എന്ത് കൊണ്ടുവരും വീട്ടിലേക്ക്? സ്വസ്ഥതയും സമാധാനവും സമ്പത്തും കൊണ്ടുവരും. ഈ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത തലമുറയ്ക്ക് പഠിക്കാൻ പറ്റും, അടുത്ത തലമുറ രക്ഷപ്പെടും. അപ്പം അതാണ് അതിൻ്റെ ശരിയായ കാര്യം. ആ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ വക്രീകരിച്ച് വളച്ചൊടിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി നിൽക്കണം. പിന്നെ എടാ മുഹമ്മദേ, നീ ഫേക്കിൽ വന്നുണ്ടാക്കിയ ഷെഫീനെ അറിയില്ലെന്ന് വിചാരിക്കേണ്ട. എൻ്റെ എല്ലാ ടൈം ലൈനിൽ വരുന്ന ഓരോരുത്തരുടെയും ഇത് ഞാൻ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. എനിക്കതിന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതിന് എനിക്ക് വലിയ നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നാൽ ഇവിടെ കുത്തിത്തിരിപ്പ് ഏക്കത്തില്ല. ഞാനാണ് സംസാരിക്കുന്നതെങ്കിൽ അതെനിക്കറിയാം. പിന്നെ എല്ലാം അവർക്ക് സാധകമാവുകയോ അല്ലെങ്കിൽ അവർക്ക് ഇൻ ഫേവറിൽ സംസാരിക്കുമെന്നോ തെറ്റിദ്ധരിക്കുക പോലും വേണ്ട. എനിക്ക് എൻ്റെതായ നിലപാടുകളുണ്ട്. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും. ചില നിലപാടുകൾ കഴുത്ത് വിട്ടിയാൽ ഞാൻ മാറ്റില്ല. എൻ്റെ നിലപാടാണ്, എനിക്ക് എൻ്റെ ശരികളുണ്ട്. അത് തെറ്റാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നിടം വരെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ഇത് രാഷ്ട്രീയപരമായ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ വിദേശത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നു. ഇപ്പോൾ ദുബായിൽ തന്നെ 75% പോപ്പുലേഷൻ എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഞാൻ കുറേ കാലം മുമ്പ് ഒരു 5 കൊല്ലത്തെ സർവേ ആണ് പറയുന്നത്, 5 കൊല്ലം മുമ്പുള്ള സർവേ ആണ് പറയുന്നത്. ഈ കാലഘട്ടത്തിലുള്ള സർവേ എടുത്തു നോക്കുമ്പോൾ ഇത്രയും ശതമാനം അവിടെ ഉണ്ട്. എന്താണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്? അവരെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്? നമ്മളുടെ ജനസംഖ്യയിൽ അവരെന്താണ്? അവർ മാനവ വിഭവശേഷിയാണ്. ഇപ്പം നമുക്കിവിടെ കുരുമുളകുണ്ട്, റബ്ബറുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അതേപോലൊരു ട്രാൻസ്ഫോർമേഷനാണ് അവർ. അതായത് മാനവ വിഭവശേഷി എന്ന് പറയും. മറ്റേത് നമ്മളുടെ അല്ലാത്ത വിഭവശേഷികൾ. ഇത് നമ്മളൊരു കുട്ടിയെ പഠിപ്പിച്ചിറക്കാൻ 4.25 ലക്ഷം രൂപയാണെന്നാണ് 1998 കണക്ക്. പിന്നെ ഇങ്ങോട്ട് എത്രയാണെന്ന് എനിക്കറിയാം. അന്ന് 4.25 ലക്ഷമാണ് ഒരു കുഞ്ഞിനെ ഇന്ത്യയിലുള്ള ഒരു പൗരനെ പഠിപ്പിച്ച് 12ാം ക്ലാസ് വരെ എത്തിക്കുന്നതിന് ഒരു കുട്ടിയുടെ പുറത്ത് ഒരു ഗവൺമെൻറ് ചിലവാക്കുന്ന പൈസ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ചിലവാക്കുന്ന പൈസ തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണ്? അവൻ ഏൺ ചെയ്ത് അത് ഇന്ത്യക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഇസ്ലാമിയർ വളരെ ബ്ലസ്ഡ് ആണ്. അവരെ ഉണ്ടാക്കിയിട്ട് അവിടെയെങ്കിലും അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരിവിടെ തന്നെയാണ് കൊണ്ടു കിടക്കുന്നത്. മെജോറിറ്റി ഈ പറയുന്ന നമ്മുടെ NRIs ഒക്കെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മുസ്ലിങ്ങളെ മെയിനായിട്ട് എടുക്കുക. അവരെവിടെ ഇൻവെസ്റ്റ്? അവർ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നേ. അപ്പോൾ അവർ ഇവിടുത്തെ വിഭവശേഷി തന്നെയാണ്. അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത ആൾക്കാർ ഭരിക്കുമ്പോൾ ഇതിനെ വക്രീകരിച്ച് വളച്ചൊടിച്ച് വേറെ കൊണ്ടുപോകും. സത്യത്തിൽ അവർ കൊണ്ടുവരുന്ന NRI എമൗണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി, കേരളത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് NRI മണി തന്നെയാണ്. പിന്നെയാണ് പലവ്യഞ്ജനവും ബാക്കിയുള്ളതും ഒക്കെ വരുന്നത്. അതുണ്ട്, ഇല്ല എന്നല്ല, കർഷക വിപണി അതുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇപ്പോൾ മാനവ വിഭവശേഷി കൂടെയാണ് നമുക്കൊരു ഇൻകം വരുന്നത്. അങ്ങനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം നമ്മളിവിടെ കൃഷി ഇറക്കിയിട്ടൊന്നും കാര്യമില്ല. കൃഷിയുടെക്കാൾ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയി പൈസ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. 2ാം തരം പൗരന്മാരാണ് അവിടെ. ഇവിടെയും നമ്മൾ അങ്ങനെ ആയിപ്പോവും. കാരണം ഞാൻ 22 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തപ്പിപ്പോയി. ഇപ്പം ഞാൻ ഏബിളായി. കാരണം ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ പോയാൽ എന്താണ്, എനിക്ക് മനസ്സിലായി. എനിക്ക് അറിഞ്ഞൂടാ മുമ്പ് എവിടെ പോകണമെന്നൊന്നും അറിയാത്തൊരു പകച്ച് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാനാണ് നമ്മൾ ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ നമ്മളുടെ ജനസംഖ്യ അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ വരുത്തണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇത് മതബോധമല്ല, മതവാദവുമല്ല. മതവാദം വേറെയാണ്. ഈ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണെന്ന് പഠിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അതിനെപ്പറ്റി എത്രയൊക്കെ പഠിക്കുന്ന എനിക്ക് എന്തുകൊണ്ട് അത് പഠിക്കാൻ പറ്റുന്നു പറഞ്ഞാൽ എൻ്റെ ചെറുപ്രായത്തിൽ തൊട്ട് ഞാൻ റെസ്പെക്റ്റോട് കാണുന്ന ഒരു സംഗതിയാണ് അത്. അത് മാത്രവുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊരു ഈസി ഗോയല്ല. ഇതിനെ ഈസിയായി ചിന്തിക്കുന്ന ജാമിദിയോ ആരിഫിനെ പോലെ കാണുന്ന വ്യക്തിയല്ല ഞാൻ. മതം അതൊരു വലിയ കടലാണ്. ചെറു തുള്ളിയെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒരു തുള്ളിയാണ്, ഒരു ഡ്രോപ്പാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഒരു കടലോളം കിടക്കുന്നു എനിക്ക് പഠിക്കാനായിട്ട്. ഭയമാണ്. എന്ന് വെച്ചാൽ അത് പാരലലായിട്ടൊരു സംവിധാനമാണ്. കാരണം അത് വെച്ച് തന്നെയായിരുന്നു പണ്ട് കാലഘട്ടത്തിൽ മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള പിന്നെ രാജാക്കന്മാരായിരുന്നാലും അധികാരികളായിരുന്നാലും കാര്യങ്ങൾ നടത്തിയ ഇന്നും സൗദി അറേബ്യ അതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു നിയമസംഹിതയാണ്. അത് ഈസി ഗോയല്ല. ഇപ്പം നമ്മൾ 5 വർഷത്തെ ഒരു LLB കോഴ്സ് എടുക്കുന്നു. 5 വർഷം എന്തിനാണ് നമുക്ക് തരുന്നത്? അത്രത്തോളം ഉണ്ട് അത് പഠിക്കാൻ. അത് പ്രാക്ടീസ് ചെയ്യാൻ പിന്നെയും കുറേ സമയം കളയുന്നു. അതായത് LLB എടുക്കാന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഡിഗ്രിയാണ്. അതിപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതങ്ങനെയല്ല.
അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരിതാണ്. നാളെ രാവിലെ അങ്ങോട്ട് പഠിച്ചിപ്പോൾ കൊണ്ടുവന്നാൽ തള്ളാന്ന് വിചാരിക്കാൻ ഒക്കത്തില്ല. ഞാൻ വളരെ ചെറിയ തോതിൽ പഠിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചില വ്യത്യാസങ്ങൾ ഞാൻ പറയുമ്പോൾ ഉണ്ടാകും. അത് നിങ്ങൾ സദയം ക്ഷമിക്കണം. കാരണം സമയം തരണം. ഇത് നമുക്കിപ്പം ഒരു ഋഗ്വേദം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പറയുന്നത് പോലെയല്ല ഖുറാനികം. അതിലെ ഓരോ ആയത്തും ഓരോ സൂറയ്ക്കും 9 or 10 അർത്ഥം ഉണ്ടാവും. ഒരു വിഷയം, ഒരു സബ്ജക്റ്റ്, അതിൽ സായോ റായോ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ അർത്ഥം തന്നെ മാറിപ്പോകുന്ന ഒരു രീതിയുണ്ട്. മലയാളം നിഘണ്ടു പോലെ ഒരു സംഗതിയാണ്. അപ്പോൾ മലയാളത്തിൽ തന്നെ ചില വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടായി പോയാൽ അത് മൊത്തത്തിൽ തെറ്റും, അവതാളമാകും. അപ്പോൾ അതുപോലെ ഒരു വിഷയം തന്നെയാണ്. അതായത് വലിയ ഒരു ടൈം എടുത്ത് പഠിക്കേണ്ട, ടൈം ബീങ്ങിന് എടുത്ത് വെച്ച് റെഫർ ചെയ്യുന്ന സാധനമല്ല ഖുറാൻ. അപ്പോൾ അത് പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ചില അഡ്വൈസുകൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ ക്ഷമ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ കേൾക്കാറില്ല, അങ്ങനെ വന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികപരമായി ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയുന്ന അത്രയും അറിവ് എനിക്കില്ല. അതിൽ എനിക്ക് അറിവ് കുറവാണ്. ആ കുറഞ്ഞ അറിവിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വായ്പിഴവ് വന്നാൽ സദയം ക്ഷമിക്കുകയും വേണം, എന്നെ തിരുത്തുകയും വേണം. അതിനപ്പുറം ഇതാണ് ഞാൻ എന്നും പറഞ്ഞ് എന്നെ അടിക്കാൻ വരരുത്, പാവമാണ് ഞാൻ. അതിനേക്കാളും നല്ല നിങ്ങൾ എൻ്റെ തട്ടത്തിനെ പറ്റി പറയുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ തട്ടം കൊള്ളാമെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തന്നെ കമൻറ്റ് ഇട്ടോളി, ഒരു കുഴപ്പമില്ല, ഇട്ടോളി. അതാണ് സുഖമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവാതെ തത്തക്ക പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളച്ചൊടിച്ചുകൊണ്ട് വരേണ്ടി വരും. നമുക്ക് ഇനി നസ്രത്തിലേക്ക് പോകാൻ തിരിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയും. അതുകൊണ്ടാണ് നസ്രത്ത് ജഹാൻ്റെ വിഷയത്തിൽ ആ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ വിട്ടുപോയെന്നായിരുന്നു ചോദ്യം. അഫ്കോഴ്സ് അങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടി വിട്ടുപോയതല്ല മതം. എല്ലാവർക്കും ഒരു കാരണമുണ്ടാകും. എനിക്കുണ്ടായിരുന്ന കാരണമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്. ആ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടവളാണ് ഞാൻ. എൻ്റെ നാട്ടിലെ ഒരാൾ പുറം രാജ്യത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടുകിടന്നാലും അയാളെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം എന്ന് കരുതുന്നവളാണ് ഞാൻ. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റാൻ പോയത്. അത് മതവാദവുമായി തട്ടിച്ച് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ദേഷ്യമാണ് നിങ്ങൾ എന്നിൽ കണ്ട. അല്ല, വ്യഭിചാരത്തിന് വേണ്ടിയിട്ടല്ല. വ്യഭിചാരം കുറ്റമാണെന്നുള്ളത് എൻ്റെ ചെറിയ വയസ്സിലെ പഠിപ്പിച്ചതെന്നാണ്. അത്തരത്തിലൊരു വ്യഭിചാരം ഞാൻ ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതം എന്നെ തള്ളി പറയുമെന്ന് മാത്രമല്ല, പിന്നെ ഞാനത് പറയുന്നത് കളവാണ്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ചെയ്യുമോ ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരാളോട് താല്പര്യം, എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും. അത് എനിക്ക് വീട്ടിൽ പറഞ്ഞാൽ എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരങ്ങളും ചേർന്ന് എനിക്ക് സന്തോഷത്തോടു കൂടി നടത്തിത്തരും. കാക്കായ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഈ മാറ്റം എന്ന് പറയുന്നത്? ആണോ? 3 മാസം പ്രായമുള്ള എൻ്റെ മകനെ ഒക്കത്ത് വെച്ചിട്ട് ഞാൻ തലയിൽ തട്ട വിട്ടുകൊണ്ടിരുന്ന ഏത് കാക്കായ കെട്ടാനാ? അപ്പോൾ ഈ പോക്രിത്തരം പറയുന്നവർക്ക് ഇത് പറയാം, അതിനപ്പുറം എനിക്ക് അവരെ തിരുത്താനൊക്കത്തില്ല. പക്ഷേ നുസ്രത്ത് ജഹാനോ ജാമിദയോ ജസ്ലയോ മറ്റേ ഷാലുവോ ഒക്കെ മതം മാറിയത്, അല്ലെങ്കിൽ മതത്തിനെ തള്ളിപ്പറഞ്ഞത് അവരുടെ ഫ്രീഡത്തിൽ കയറി പിടിച്ചപ്പോഴാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രീഡത്തിനെ മതം ഇതുവരെയും ബാധിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായത് കണക്ക് മതം അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ ഒരു വിഷയം വരത്തില്ലായിരുന്നു. ഈ മതത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയാൽ ഏറ്റവും ബെനിഫിറ്റ് അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. എൻ്റെ വാക്കാണ്, തർക്കിക്കാം, ആർക്ക് വേണോ ഡിബേറ്റിന് വരാം, ഞാൻ ഇരുന്ന് പറയും. എനിക്കറിയാവുന്ന, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ അനുഭവിച്ച് വന്ന കാര്യങ്ങളാണ് ഞാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ അതല്ലാതെ പിഴച്ച് നടക്കാൻ വേണ്ടിയിട്ട് മതത്തിനെ അവഹേളിക്കുന്ന രീതി തെറ്റാണെന്നാണ് ഞാൻ അവരോട് പറയുന്നത്. ഞാൻ സ്ത്രീപക്ഷവാദിയാണ്, എനിക്ക് പെണ്ണുങ്ങളോടത്താണ് കൺസേൺ കൂടുതൽ. എനിക്കറിയാം ചട്ടമ്പി പീസുകളാണ്, പക്ഷേ എനിക്ക് അവരാണ് കൺസേൺ കൂടുതൽ. പക്ഷേ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത്, സ്ത്രീപക്ഷവാദത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മതത്തിനെ അവഹേളിക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റേത് മതത്തിൽ പോയാലും, മതമില്ലാതെ ജീവിച്ചാലും സ്ത്രീക്ക് കിട്ടുന്ന പ്രിവിലേജ് അത് ഇസ്ലാം മതത്തോളം വേറെ ഒന്നിലും ഇല്ല എന്ന് അടിച്ച് ഞാൻ പറയും. ഇതേപോലെ ഡ്രൈവർമാരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്ന കുറേ ഡ്രൈവറോളി പെണ്ണുങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് മതത്തിനെ അവഹേളിക്കാതിരിക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. പ്രസവവും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷിനുവൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്താൽ ബോറാവും. എന്നാലും പറയാം, സുരേഷ് ഗോപിയുടെ 6 മക്കൾ, ഒരെണ്ണം മരിച്ചുപോയി, ഇപ്പം 5 എണ്ണം ഉണ്ട്. പിന്നെ കൃഷ്ണകുമാറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണകുമാറിൻ്റെ പെണ്ണുമ്പിളെ കണ്ട എന്തൊരു ഭംഗിയാ. 4 പെറ്റപ്പോൾ അവള് പിന്നെയും ചെറുപ്പമായി ഇല്ലേ? അതുപോലെ സുരേഷ് ഗോപിയുടെ ഭാര്യയെ കണ്ടിട്ടുണ്ട്, എൻ്റെ പള്ളി മൂത്ത കൊച്ചിനെക്കാട്ടിയും ചെറുതാ, അമ്മാതിരിയാണ്. പ്രസവം ഒരാളുടെയും ശരീരം ഒന്നും നശിപ്പിക്കത്തില്ല. ശരി, സ്ട്രക്ചറിൽ ചെറു മാറ്റങ്ങൾ വരുമില്ല, തർക്കമില്ല. പക്ഷേ അതുകൊണ്ട് അങ്ങ് ചീത്തയായി പോകുന്നല്ല. സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി, നല്ല രീതിയിൽ പ്രണയത്തോടു കൂടി ഒരു കുഞ്ഞിനെ ഉള്ളിലേക്ക് എടുത്താൽ
അതവിടെ ഉണ്ടാവും. അല്ല കാമാസക്തിക്ക് കിടന്നു കൊടുത്ത് കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചളിഞ്ഞും പുളിഞ്ഞും ഒക്കെ പോകും. അവൻ നല്ല പോലെ നോക്കി കെയർ ചെയ്ത് ആ കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണെങ്കിൽ അത് അതുപോലെ ഉണ്ടാവും. ഇസ്ലാമിൽ ഏറ്റവും വിലപ്പെട്ട ഒരു മെസ്സേജ്, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഉമ്മയുടെ കാലടികളിലാണ് സുബർക്കോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആൺമക്കൾക്ക് ഒരു പയ്യനോട് പറഞ്ഞു കൊടുക്കാവുന്നതിലെ ഏറ്റവും ബെസ്റ്റ് സാധനമാണത്. ഉമ്മയെ സ്നേഹിക്കുന്ന, ഉമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്ന പയ്യൻ മറ്റു സ്ത്രീകളെ അവഹേളിക്കത്തില്ല. ആരിഫ് ഹുസൈൻ്റെ മാറ്റം എന്തുകൊണ്ടാണ്? അവന് ഉമ്മയെ കാണുമ്പോൾ വേണമെന്ന് തോന്നുന്നു. അതാണ് പ്രശ്നം, അതാണ് പ്രോബ്ലം. അപ്പം വലിയ സബ്ജക്റ്റാണ്, എന്നാലും കണ്ടൊക്കെ മെസ്സേജിന് ഞാനൊരു വീഡിയോ ഇട്ടുവെന്നേ ഉള്ളൂ. ചളിയാണെന്നറിയാം, എന്നാലും നിങ്ങൾ കേട്ടിരുന്നതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം. തട്ടത്തിൻ്റെ കാര്യം പറയേണ്ട, തട്ട ഇട്ടപ്പോൾ കൊള്ളാം. താങ്ക് യു.